നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഡിജിറ്റൽ ലോകത്ത് മാർക്കറ്റിംഗ് എങ്ങനെയാണ് മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ പുതിയ സാധ്യതകളാണ് ഇതിലൂടെ വരുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനത്തിന് നമ്മളൊരു പഠനസഹായിയിൽ നിന്നുള്ള വിവരങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലെ പ്രധാന പോയിന്റ്സ്, അതിന്റെ ഒരു കാതൽ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് എങ്ങനെ ഉപയോഗപ്പെടും എന്ന് പറഞ്ഞു തരിക. അതാണ് നമ്മുടെ ലക്ഷ്യം. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? പണ്ടത്തെ ആ ഒരു മാർക്കറ്റിംഗ് രീതി, അതായത് ഈ പോസ്റ്ററുകള്, പത്രത്തിലെ പരസ്യം, റേഡിയോയിലൊക്കെ കേൾക്കുന്നത്, അവിടെ നിന്ന് ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തേക്ക് വന്നപ്പോൾ എന്താണ് ശരിക്കും മാറിയത്? എന്താണ് ആ ഒരു കോർ ഡിഫറൻസ്? ആദ്യം തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ എന്താണിത്? നമ്മൾ എന്നും കാണുന്ന വെബ്സൈറ്റുകള്, പിന്നെ ഫോണിലെ ആപ്പുകള്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബൊക്കെ അല്ലേ? ഈ ഓൺലൈൻ സംഭവങ്ങളിലൂടെ സാധനങ്ങൾ വിൽക്കാനും ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും നോക്കുന്നതാണോ ഈ പരിപാടി? പണ്ടത്തെ ആ TV പരസ്യത്തിൽ നിന്നും പത്രത്തിൽ നിന്നുമൊക്കെ ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അതായത് വെബ്സൈറ്റ് ആകാം, സോഷ്യൽ മീഡിയ, മൊബൈൽ ആപ്പുകൾ, ഇമെയിൽ, അങ്ങനെ ഡിജിറ്റലായിട്ടുള്ള വഴികൾ ഉപയോഗിച്ച് സാധനങ്ങളോ സേവനങ്ങളോ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ വാങ്ങുന്നവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പരമ്പരാഗത രീതികളിൽ നിന്ന് ഇതൊരു വലിയ മാറ്റം തന്നെയാണ് ശരിക്കും. പ്രധാന വ്യത്യാസം അതിൻ്റെ ഒരു റീച്ചും പിന്നെ അതിൻ്റെ സ്വഭാവവുമാണ്. ഈ മാറ്റം വലിയ കമ്പനികൾക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ചെറിയ ബിസിനസ്സുകൾ, പുതിയ സംരംഭകരില്ലേ, അവർക്കാണ് വലിയൊരു ഗുണം ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ മാർക്കറ്റിങ്ങിന് നല്ല പൈസ മുടക്കണമായിരുന്നു, ടിവിയിലോ പത്രത്തിലോ ഒക്കെ കൊടുക്കാൻ. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ താരതമ്യേന കുറഞ്ഞ ചെലവിൽ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റും. അതും നമുക്ക് വേണ്ട, നമ്മുടെ പ്രോഡക്റ്റിൽ താല്പര്യമുള്ള ആളുകളിലേക്ക് തന്നെ എത്താൻ പറ്റും. ഉദാഹരണത്തിന്, പണ്ടൊരു പത്രത്തിലെ ചെറിയൊരു പരസ്യം കൊടുക്കുന്ന കാശുകൊണ്ട് ചിലപ്പോൾ അതിലും കുറഞ്ഞ ചെലവിൽ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ആയി ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒരു പുതിയ സംരംഭകന് എത്താൻ പറ്റും. അത് കൊള്ളാലോ. അതൊരു വലിയ സാധ്യതയാണ്. പിന്നെ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, UGC എന്ന് പറയും. എന്താണ് ഈ UGC? പേര് കേൾക്കുമ്പോൾ തോന്നുന്നത് പോലെ നമ്മളെപ്പോലുള്ള സാധാരണ യൂസർമാരുണ്ടാക്കുന്ന കണ്ടന്റ് ആണോ? ഈ ഇൻസ്റ്റഗ്രാമിലെ റീൽസ്, യൂട്യൂബിലെ വീഡിയോസ്, ആരെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് എഴുതുന്ന റിവ്യൂ, ഇതൊക്കെ അതിൽ വരുമോ? ശരിയാണ്, പലരും ഇപ്പോൾ ഇത് വെച്ചൊരു വരുമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെ, കൃത്യമാണ്. യൂസർ ജനറേറ്റഡ് കണ്ടന്റ് അല്ലെങ്കിൽ UGC എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഓൺലൈനിൽ ഇടുന്ന എന്ത് തരം കണ്ടന്റുമാകാം. ഫോട്ടോ, വീഡിയോ, റിവ്യൂ, ബ്ലോഗ് പോസ്റ്റ്, അങ്ങനെ എന്തും. ഇതിലെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ UGC വന്നതോടെ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ രീതി തന്നെ മാറി. പണ്ടൊക്കെ ബ്രാൻഡുകൾ പറയുന്നത് മാത്രമായിരുന്നു ശരി, അവർ പറയുന്നതായിരുന്നു മാർക്കറ്റിംഗ്. പക്ഷേ ഇന്നങ്ങനെയല്ല. ആർക്കും സ്വന്തം അഭിപ്രായം, സ്വന്തം ഒരു ക്രിയേഷൻ വലിയൊരു കൂട്ടം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇത് മാർക്കറ്റിങ്ങിനെ കൂടുതൽ ഒരു ജനാധിപത്യ സ്വഭാവം കൊടുത്തു എന്ന് പറയാം, അല്ലേ? ആളുകൾക്ക് നേരിട്ട് ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ബ്രാൻഡിന്റെ നല്ല പേരിനെയോ ചീത്ത പേരിനെയോ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഒരു കമ്പനി പരസ്യം ചെയ്യുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാകും ഒരു സാധാരണ കസ്റ്റമർ ഇടുന്ന സത്യസന്ധമായ ഒരു മോശം റിവ്യൂവിന്. ശരിയാണ്. അതുപോലെ ഒരു നല്ല വൈറൽ വീഡിയോ ചിലപ്പോൾ ഒരു ബ്രാൻഡിനെ പെട്ടെന്ന് ഹിറ്റാക്കും. ആ ഒരു പവർ ഷിഫ്റ്റ് അത് വളരെ ക്ലിയർ ആണ്. പിന്നെ ഈ ഓൺലൈൻ ലോകത്തിന്റെ വേറൊരു പ്രത്യേകത, അത് ഭയങ്കര ഇന്ററാക്റ്റീവ് ആണെന്നുള്ളതാണ്, അല്ലേ? നമ്മൾ എന്ത് കണ്ടാലും അതിനോട് പ്രതികരിക്കാം, ലൈക്ക് അടിക്കാം, കമന്റ് ഇടാം, ഷെയർ ചെയ്യാം, നമ്മുടെ അഭിപ്രായം പറയാം. അതുപോലെ ഒരേ വേവ് ലെങ്തുള്ള ആൾക്കാർക്ക് ഓൺലൈനിൽ ഇങ്ങനെ കൂട്ടുമായിട്ട് നിൽക്കാം. ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ പോലെ വെർച്വൽ കമ്മ്യൂണിറ്റികൾ, അതൊരു പുതിയ സംഭവം തന്നെയല്ലേ? തീർച്ചയായും. ഈ ഇന്ററാക്ടിവിറ്റി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരവസരം, അത് ബ്രാൻഡുകൾക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. കാരണം ഇത് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഡയറക്റ്റ് ലൈൻ കൊടുക്കുന്നു. അവരുടെ സംശയങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി കൊടുക്കാം, അവരുടെ അഭിപ്രായം എന്താണെന്ന് നേരിട്ട് കേൾക്കാം, വല്ല പരാതിയുമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കാം. ഇതിലൂടെ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, അവരുടെ ഇഷ്ടം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സാധനങ്ങളിലും സർവീസിലും മാറ്റം വരുത്താൻ കമ്പനികൾക്ക് പറ്റും. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്ററൊക്കെ, അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമുകളാണ് ഈ സംവാദങ്ങൾക്കും ഈ കൂട്ടായ്മകൾക്കുമൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്.
ഇത് ബ്രാൻഡുകൾക്ക് കസ്റ്റമറുമായിട്ട് കൂടുതൽ അടുക്കാനും അവരുടെ ആവശ്യങ്ങൾ പെട്ടെന്നറിയാനും ഒക്കെ സഹായിക്കും. ഓക്കെ. അപ്പൊ ഈ സംവാദങ്ങൾ മാത്രമല്ല, ഈ പുതിയ ഐഡിയ ഒക്കെ ഉള്ള ആൾക്കാരില്ലേ, ക്രിയേറ്റർമാർ, അവർക്ക് അവരുടെ പ്രോജക്റ്റിന് പൈസ കണ്ടെത്താൻ ഒരു പുതിയ വഴിയുണ്ടെന്ന് നമ്മുടെ മെറ്റീരിയലിൽ പറയുന്നുണ്ടല്ലോ, ക്രൗഡ് ഫണ്ടിംഗ്. എന്താണ് ഈ ക്രൗഡ് ഫണ്ടിംഗ്? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ ക്രൗഡ് ഫണ്ടിംഗ് ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ ഒരു സിനിമ എടുക്കാനോ ചിലപ്പോൾ ഒരു ബുക്ക് ഇറക്കാനോ എന്തിനും അതിനു വേണ്ട പണം ഒന്നോ രണ്ടോ വലിയ ഇൻവെസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഇന്റർനെറ്റ് വഴി ഒരുപാട് സാധാരണ ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ തുകകളായിട്ട് ശേഖരിക്കുന്ന രീതിയാണ്. ഓഹോ. കിക്സ്റ്റാർട്ടർ, ഇൻഡിഗോഗോ എന്നൊക്കെ പറഞ്ഞ് പുറത്തൊക്കെ വലിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലും ചിലതൊക്കെയുണ്ട്. ഇതിന്റെ ഒരു വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ പൈസ കിട്ടുന്നു എന്നത് മാത്രമല്ല, ആ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൽ താൽപ്പര്യമുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കും. ശരിയാണ്. അവർക്ക് അതിലൊരു ഇൻവോൾവ്മെന്റ് ഫീൽ ചെയ്യും. അതെ, അത് ആ പ്രൊജക്റ്റ് വിജയിക്കാനുള്ള സാധ്യതയും കൂട്ടും. കൊള്ളാം കേട്ടോ. ഇത് സംരംഭകർക്കും ക്രിയേറ്റർമാർക്കുമൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് കുറച്ച് കരിയർ കാര്യങ്ങളിലേക്ക് വരാം. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്ത് എന്തൊക്കെ പുതിയ ജോലികളാണിപ്പോൾ ഉള്ളത്? നമ്മളെപ്പോലെയുള്ളവർക്ക് പഠിച്ചിറങ്ങുമ്പോൾ നോക്കാവുന്ന റോളുകൾ ഏതൊക്കെയാണ്? ഒത്തിരി പുതിയ ജോലി സാധ്യതകൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട്. ചില മെയിൻ റോളുകൾ പറയാം. ഒന്ന്, കണ്ടന്റ് റൈറ്റർ, അതായത് വെബ്സൈറ്റിനും ബ്ലോഗിനും സോഷ്യൽ മീഡിയയ്ക്കുമൊക്കെ വേണ്ടി നല്ല ആകർഷകമായിട്ട് എഴുതുന്ന ആള്. പിന്നെ സോഷ്യൽ മീഡിയ അനലിസ്റ്റ്, സോഷ്യൽ മീഡിയയിലെ ഡാറ്റയൊക്കെ നോക്കി ട്രെൻഡ്സൊക്കെ അനലൈസ് ചെയ്ത് സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന ആള്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, ഒരു കമ്പനിയുടെ മൊത്തം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ നോക്കുന്ന ആള്. SEO സ്പെഷ്യലിസ്റ്റ്, അതായത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് ആദ്യം വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആള്. SEO അത് കേട്ടിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ബ്രാൻഡ് മാനേജർ, ഓൺലൈനിൽ ഒരു ബ്രാൻഡിന്റെ ഇമേജ് നോക്കുന്ന ആള്. ഇത് കൂടാതെ ഗ്രാഫിക് ഡിസൈനർമാർ, വീഡിയോ എഡിറ്റർമാർ, വെബ് ഡെവലപ്പർമാർ, അങ്ങനെ ഒരു വലിയ ടീം തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. ഈ ജോലികളുടെ എല്ലാം ഒരു പൊതുവായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടാക്കുക, അത് എത്രത്തോളം വിജയിക്കുന്നു എന്ന് നോക്കുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ പറഞ്ഞ ജോലികൾക്കൊക്കെ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്? വെറുതെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സോഷ്യൽ മീഡിയ അനലിസ്റ്റ് ആകാൻ പറ്റുമോ? അതോ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകൾ വേണോ? തീർച്ചയായും വേണം. പ്രത്യേക കഴിവുകൾ ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് പറ്റിയ രീതിയിൽ എഴുതാനുള്ള കഴിവ്, നല്ല വ്യക്തമായിട്ട് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ. രണ്ടാമത്, ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള കഴിവ്, ഡേറ്റ അനലിറ്റിക്സ് സ്കിൽസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ത് വർക്ക് ചെയ്യുന്നു, എവിടെ മാറ്റം വരുത്തണം എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ഡേറ്റ നോക്കണം. പിന്നെ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEOയെക്കുറിച്ചൊരു ബേസിക് ഐഡിയ വേണം. ഗൂഗിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. പിന്നെ നല്ല പടങ്ങളും വീഡിയോസൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീമുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാനുള്ള കഴിവ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കഴിവ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പഠിക്കാനും മാറാനുമുള്ള കഴിവാണ്, അഡാപ്റ്റബിലിറ്റി. കാരണം ഈ ഓൺലൈൻ ലോകം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മാറുന്നത്. പുതിയ ട്രെൻഡ്സ് വരും, പുതിയ പ്ലാറ്റ്ഫോംസ് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മളും മാറണം. പിന്നെ ഭാഷ, നല്ല ഭാഷ വേണം. അത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും നമ്മുടെ ആശയം ക്ലിയറായിട്ട് വിശ്വസനീയമായിട്ട് പറയാൻ പറ്റണം. ഈ തൊഴിൽ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകളില്ലേ, പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ, അതിനെന്ത് പ്രാധാന്യമാണ് ഈ ഫീൽഡിലുള്ളത്? പലരും വെറുതെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടും എന്നല്ലാതെ അതിന്റെ ഗുണം ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോയെന്ന് സംശയമാണ്. ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾക്ക് ഇപ്പം നല്ല പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ഫീൽഡിൽ. കാരണം ഒരാൾക്ക് അവരുടെ വിദ്യാഭ്യാസം, ജോലി പരിചയം, സ്കിൽസ്, അവർക്ക് കിട്ടിയ അവാർഡ്സ് ഒക്കെ കാണിക്കാൻ പറ്റിയ ഒരു ഓൺലൈൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. ഒരു ഓൺലൈൻ റെസ്യൂമെ പോലെ. ഓക്കേ. അതുപോലെ നമ്മുടെ ഫീൽഡിലുള്ള മറ്റ് പ്രൊഫഷണൽസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കമ്പനികളുമായിട്ട്, ജോലിക്കാളെ എടുക്കുന്ന റിക്രൂട്ടർമാരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാം. പുതിയ ജോലി ഒഴിവുകൾ കണ്ടുപിടിക്കാനും അപ്ലൈ ചെയ്യാനും പിന്നെ നമ്മുടെ ഫീൽഡിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാനും ലിങ്ക്ഡിൻ നല്ലൊരു ടൂളാണ്. ഒരാളുടെ ഒരു ഓൺലൈൻ പ്രൊഫഷണൽ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിൽ ഇതിന് നല്ലൊരു പങ്കുണ്ട്. ശരി, ഇനി വേറൊരു പ്രധാന കാര്യത്തിലേക്ക് വരാം. ഈ ഡിജിറ്റൽ ലോകത്ത്
ഓരോ ദിവസവും എന്തോരം കണ്ടന്റുകളാണ് ഉണ്ടാവുന്നത്. ഇൻസ്റ്റഗ്രാം തുറന്നാൽ റീൽ റീൽ റീൽ, യൂട്യൂബിലാണെങ്കിൽ വീഡിയോസ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഒരാള് ഒരു സാധനം ഉണ്ടാക്കിയാൽ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടണമെങ്കിൽ അതിനൊരു യുണീക്നെസ് വേണ്ടേ? അപ്പൊ ക്രിയേറ്റിവിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ക്രിയേറ്റിവിറ്റി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഓൺലൈൻ ലോകം മുഴുവൻ കണ്ടന്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ നമുക്ക് ചിലപ്പോൾ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അത് പറയുന്ന രീതിയിലോ ഒരു പുതുമ വേണം, ഒരു ആകർഷണീയത വേണം. ആളുകൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്ന, അവരെ ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പറയുന്ന, അങ്ങനെ വ്യത്യസ്തമായ കണ്ടന്റ് ഉണ്ടാക്കിയാലേ ഒരു ലോയൽ ഓഡിയൻസിനെ ഉണ്ടാക്കാൻ പറ്റൂ. സ്ഥിരമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവരെ. ശരിയാണ്. നല്ല രീതിയിൽ കഥ പറയുക, കാണാൻ ഭംഗിയുണ്ടാവുക, കുറച്ച് തമാശയൊക്കെ ചേർക്കുക, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഐഡിയ കൊണ്ടുവരിക, ഇതൊക്കെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിക്കും. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? ഇത് രണ്ടും രണ്ടറ്റത്തുള്ള കാര്യമല്ലേ? ഒന്ന് ക്രിയേറ്റീവ് സൈഡ്, ഒന്ന് നമ്പേഴ്സ്. അതൊരു നല്ല ചോദ്യമാണ്. പലർക്കും ആ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ക്രിയേറ്റിവിറ്റിയും ഡേറ്റയും ഒന്നിച്ചാണ് പോകുന്നത്. അവര് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഭയങ്കര ക്രിയേറ്റീവായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയെന്ന് വെക്കുക. അത് എത്ര പേര് കണ്ടു? ഏത് ടൈപ്പ് ആൾക്കാരാണ് കൂടുതൽ കണ്ടത്? ഏത് സമയത്താണ് കൂടുതൽ പേര് കണ്ടത്? കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടോ? അവരെന്ത് കമന്റാണ് ഇട്ടത്? ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവിടെയാണ് ഡേറ്റ വരുന്നത്. അനാലിറ്റിക്സ് ടൂൾസ് ഉപയോഗിച്ച് ഈ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഈ ഡേറ്റ നോക്കിയിട്ട് നമ്മൾ ചെയ്ത ക്രിയേറ്റീവ് വർക്ക് ശരിക്കും ആളുകളിലേക്ക് എത്തിയോ, അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. ഏത് ടൈപ്പ് കണ്ടന്റാണ് കൂടുതൽ ഹിറ്റാവുന്നത്, എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഡേറ്റ നോക്കി പഠിക്കാൻ പറ്റും. അതായത് വെറുതെ തോന്നുന്ന പോലെ ചെയ്യുന്നതിന് പകരം ഡേറ്റയുടെ ബേസിൽ കുറച്ചുകൂടി അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റീവ് തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കും. ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഡേറ്റ വെച്ച് ക്രിയേറ്റിവിറ്റിയെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതെ. അത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. വ്യക്തമായി. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വലിയ വലിയ കമ്പനികൾ മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലുള്ള ചെറിയ ബിസിനസ്സുകൾ. ഉദാഹരണത്തിന് ഒരു ചെറിയ ഹോട്ടല്, അല്ലെങ്കിൽ ഒരു തുണിക്കട, അല്ലെങ്കിൽ ഒരു ലോക്കൽ സർവീസ് കൊടുക്കുന്ന ആള്. ഇവർക്കൊക്കെ ഇതെങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടുന്നൊരു വിഭാഗം ഈ ചെറുകിട ഇടത്തരം ബിസിനസ്സുകളാണ്, SMBs എന്ന് പറയും. പ്രധാന കാരണം നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ പൈസയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വളരെ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ടാർഗറ്റിംഗ്. അതെ. ഉദാഹരണത്തിന് ഇപ്പോൾ എറണാകുളത്ത് ഒരു പുതിയ കോഫി ഷോപ്പ് തുടങ്ങിയെന്ന് വെക്കുക. അവർക്ക് എറണാകുളത്ത് താമസിക്കുന്ന ഒരു 18-35 വയസ്സിനിടയിലുള്ള കോഫി ഇഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരസ്യം കൊടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമില്ലാത്തവർ ആ പരസ്യം കാണില്ല, കാശ് വെറുതെ പോവില്ല. ശരിയാണ്. മൂന്നാമത്തെ കാര്യം, റിസൾട്ട് അളക്കാൻ പറ്റും. മെഷറബിലിറ്റി. എത്ര പേര് പരസ്യം കണ്ടു, എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര പേര് കടയിൽ വന്നു എന്നൊക്കെ ഒരു പരിധിവരെ അറിയാൻ പറ്റും. ഈ വിവരം വെച്ചിട്ട് ആ പരസ്യം പോരെങ്കിൽ അപ്പോൾ തന്നെ മാറ്റം വരുത്താനും പറ്റും. ഫ്ലെക്സിബിലിറ്റി. ഈ കാര്യങ്ങളൊക്കെ ചെറിയ ബിസിനസ്സുകൾക്ക് വലിയ കമ്പനികളോട് മത്സരിക്കാൻ കുറച്ചെങ്കിലും ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഡിജിറ്റൽ ടെക്നോളജി മാർക്കറ്റിംഗിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചു എന്ന് പറയാം, അല്ലേ? പണ്ടത്തെ ആ വലിയ ചെലവുള്ള പരസ്യരീതികളിൽ നിന്നൊക്കെ മാറി ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കുറഞ്ഞ ചെലവിൽ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്താൻ ഇപ്പോൾ ബിസിനസ്സുകൾക്ക് പറ്റുന്നുണ്ട്, ലോകത്ത് എവിടെ വേണമെങ്കിലും. ഇത് ബിസിനസിന്റെ കാര്യം മാത്രമല്ല, നമ്മളെപ്പോലുള്ള ഉപയോക്താക്കൾക്കും കൂടുതൽ പവർ കിട്ടി. ആർക്കും കണ്ടന്റ് ഉണ്ടാക്കാം, ഷെയർ ചെയ്യാം, അഭിപ്രായം പറയാം. പിന്നെ ക്രൗഡ് ഫണ്ടിംഗ് പോലുള്ള പുതിയ വഴികൾ വന്നു. അതോടൊപ്പം തന്നെ കണ്ടന്റ് ഉണ്ടാക്കുക, ഡേറ്റ നോക്കുക, SEO, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പുതിയ സ്കിൽസ് ആവശ്യമുള്ള ജോലികളും ഈ ഡിജിറ്റൽ മാറ്റം കാരണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഡിജിറ്റൽ ലോകമെന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഭയങ്കര ഡൈനാമിക്കാണ്. അത് കമ്പനികൾക്കും വ്യക്തികൾക്കും ഒരുപോലെ ചാലഞ്ചസുമുണ്ട്, അവസരങ്ങളുമുണ്ട്. ഈ മാറ്റത്തിന്റെ കൂടെ പോകണമെങ്കിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും
അതിനനുസരിച്ച് മാറാനും ഒരു തയ്യാറെടുപ്പ് വേണം. ഈ ചർച്ചയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പഠനത്തിൽ ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനൊരു ഐഡിയ കിട്ടിയേക്കാം. ശരി. അപ്പോൾ നമ്മൾ ഈ വിശകലനം ഇവിടെ നിർത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാൻ ഒരു ചോദ്യം തരാം. ഇത്രയധികം കണ്ടന്റും ബ്രാൻഡുകളും ഒക്കെയുള്ള ഈ ഡിജിറ്റൽ ലോകത്ത് ഓരോ സെക്കൻഡിലും പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഓരോ ബ്രാൻഡുകളും വ്യക്തികളും അവരുടെ ആ ഒരു തനിമ, ആ ഒരു ഒത്തന്റിസിറ്റി അത് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകും? ആ ഒരു വിശ്വാസ്യത കീപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങളോടൊപ്പം കൂടിയതിന് വളരെ നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.